സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവളുടെ പ്രതീക്ഷയൊക്കെ അറ്റ് അവൾ നിൽക്കുകയാണ് നമ്മുടെ കൺമണി. അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ഒറ്റ രാത്രി കൊണ്ടാണ് തകർന്നു പോയത്. ഇനി താൻ എന്ത് ചെയ്യും, എൻ്റെ കൃഷ്ണ സാർ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ഓർത്ത് കൺമണി ഇങ്ങനെ തീ തിന്നുകയാണ്. ആരും ഇല്ലാട്ടോ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട്. ധനലക്ഷ്മി ഭാഗ്യത്തിന് അവളെ കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യുന്നില്ല. ഈ സന്ദർഭത്തിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരേണ്ടതാണ്. കൺമണി സുജാതയെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ അവസ്ഥയിൽ അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ എങ്ങാനും വരുമോ, അതാണ് കൃഷ്ണ നേരിട്ട് ഈ ദുരന്തത്തിന് കാരണം. ആ വീട്ടിൽ നിന്നും കല്യാണം ആലോചിച്ചതുകൊണ്ടാണെന്നുള്ള ചിന്ത വരുമോ എന്നുള്ളത് ആശങ്ക അമ്മായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൺമണിക്ക്. എന്തായാലും സാഗർ അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. തൻ്റെ മകനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് സുജാത അങ്ങനെയൊക്കെ ചിന്തിച്ച് വീണ്ടും കൺമണിയെ വെറുക്കുമോ എന്ന് പറയാൻ കഴിയില്ല. മിക്കവാറും ആൻറ്റിയമ്മയുടെ ബ്രെയിൻ വാഷും കൂടെ ഉണ്ടാകും. അതോടുകൂടി ആകുമ്പോൾ വീണ്ടും സുജാത ആ വിവാഹത്തിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാനും സാധ്യതയുണ്ട്. കൃഷ്ണ അപകടം പറ്റുന്നതിന് മുൻപാണ് മനോജിന് ഇറക്കാൻ വേണ്ടിയിട്ട് അവർ ഉത്സാഹം കാട്ടിയത്. കൃഷ്ണ അപകടം പറ്റിയതുകൊണ്ട് തൻ്റെ മകൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും ശ്രീനി ആകെ നിസ്സഹായകനായിരിക്കുകയാണ്. അവരെ തടഞ്ഞു നിർത്താതെ അപ്പോൾ തന്നെ പോകാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം വരില്ലായിരുന്നു എന്ന് ശ്രീനിവാസൻ ചിന്തിക്കുന്നു. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അയാൾ ആകെ ആശങ്കപ്പെടുന്നുണ്ട്. ധനലക്ഷ്മി ആണെങ്കിൽ ശ്രീനിയെ തന്നെയാണ് കേട്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സിറ്റുവേഷനിൽ ധനലക്ഷ്മിയുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് നിൽക്കാതെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. തൻ്റെ മകൾ തന്നെ മനസ്സിലാക്കുന്നത് കൊണ്ടും സ്നേഹിക്കുന്നത് കൊണ്ടും തന്നെ കുറ്റപ്പെടുത്തുന്നില്ല. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തീർച്ചയായും അത് തന്നെ സംഭവിച്ചേനെ എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട്. സുജാതയാണെങ്കിൽ കരച്ചിലിനിടയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ, അതുകൊണ്ടല്ലേ അവന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മോൻ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്ന് ചോദിക്കുന്നുണ്ട് സാഗർ. അതൊന്നും കേൾക്കാനുള്ള ശക്തിയൊന്നും സുജാതയ്ക്കില്ല. സുജാത ഇങ്ങനെ കരയുക തന്നെയാണ്. മനോജിനെ കൊണ്ടുപോയ വിഷമത്തേക്കാൾ അപ്പുറം കൃഷ്ണന് അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചതാണോ കൺമണിയെ കൂടുതൽ അലട്ടുന്നത്. തൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് പകരം ധനലക്ഷ്മിയും അമ്മായിയും ഓരോന്ന് പറയാൻ വന്നപ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട് കൺമണിക്ക്. പക്ഷേ ആ ഒരവസ്ഥയിൽ ഒരു ബഹളം വേണ്ട, അച്ഛൻ കൂടുതൽ വിഷമിക്കുമെന്ന് കരുതി കൺമണി ഒന്നും പറയാതെ അവരെ ദേഷ്യപ്പെട്ട് ഒരു നോട്ടം നോട്ടി അവിടെ നിന്നും പോവാണ്. ധനലക്ഷ്മി കൊടുത്ത ഫേക്ക് സ്വർണം കള്ളക്കടത്തുകാരെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി അതുകൊണ്ടായിരിക്കും മനോജ് ഇറങ്ങിയാൽ തന്നെ അനുഭവിക്കാൻ പോകുന്നത്. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിയുമ്പോൾ അവർ വെറുതെ ഇരിക്കില്ല. മനോജ് ഇറങ്ങിയില്ലെങ്കിൽ ശ്രീനിയുടെയും കൺമണിയുടെയും ധനലക്ഷ്മിയുടെയും നേർക്കായിരിക്കും അവർ വരുന്നത്. അപ്പോഴായിരിക്കും ധനലക്ഷ്മിയുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴാനായിട്ട് പോകുന്നത്. ആ അഴിഞ്ഞു വീഴലിൽ മനോജ് ഉൾപ്പെടെ അവരെ വെറുക്കും. ധനലക്ഷ്മി ശ്രീനിയുടെ അടുത്തേക്ക് ഗോകുലിനെ ചൂണ്ടി എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അച്ഛൻ ഇവനെ എൻ്റെ അടുത്തേക്ക് അയച്ചുല്ലോ, ഞാൻ എങ്ങനെയാണ് സമാധാനിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. മാനസിയെ വീട്ടിലേക്ക് കാണാഞ്ഞിട്ട് അവളെ എന്താ കാണാത്തത്, അവളെ അന്വേഷിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹേമ ജയമോഹനോട്. ഡോക്ടർ ഐസിയുവിൽ നിന്നും പുറത്തു വരുമ്പോൾ എന്തായി എൻ്റെ മോൻ്റെ കാര്യം എന്ന് സാഗർ ചോദിക്കുന്നുണ്ട്. ധനലക്ഷ്മിയും അമ്മായിയും മനോജിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കൺവണ്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ സാറിൻ്റെ കാര്യമൊന്ന് ചോദിക്കുകയാണ്. ശ്രീനിയാണെങ്കിൽ ടെൻഷനോട് കൂടി കൺമണിയോട് എനിക്ക് എന്തോ ഒരു പേടി പോലെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് ഇനി എന്ത് ദുരന്തമാണാവോ ഞങ്ങളെ കാത്തിരിക്കുന്നത് എന്ന ആദിയാവാണ് കൺമണിക്ക്.